നമ്മുടെ ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുറ്റത്തേക്കുള്ള മരങ്ങളിൽ നന്നായിട്ട് ഇല കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അത് ഈ പഴുത്ത ഇലകളാണ് കൂടുതലും കൊഴിഞ്ഞു വീഴുന്നത്. മുറ്റമൊക്കെ അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നിറയെ ഇലയുണ്ടാവും. പിന്നെ കോയമ്പത്തൂർ പോകണേ. ഇപ്പോൾ രാവിലെ ഒന്ന് മുറ്റമൊക്കെ അടിച്ച് കുഞ്ഞിനെ സ്കൂളിലും വിട്ടിട്ട് വേണം കോയമ്പത്തൂർ പോകാനായിട്ട്. നമ്മളിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. അതൊക്കെ നമ്മൾ എടുക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. മീനും വാങ്ങി. പിന്നെ കുഞ്ഞിനെ റെഡിയാക്കി സ്കൂളിലോട്ട് വിട്ടു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി കോയമ്പത്തൂർ പോകാനായിട്ടൊന്ന് റെഡി ആവണം. കോയമ്പത്തൂർ ആയതുകൊണ്ട് നല്ല വെയിലുണ്ടാകും. അപ്പോൾ നന്നായിട്ടൊന്ന് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടുന്നത് ഫേസ് കാനഡയുടെ കോംഫി ബൗ സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീനിൽ 10% നിയാസിനമൈഡും SPF 50 ഉണ്ട്. പിന്നെ 3+ ഉണ്ട് കേട്ടോ. നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആവാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് വേഗം റെഡിയായി കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങി കോയമ്പത്തൂരിലോട്ട്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഒരു 19 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ നമുക്ക് പാലക്കാടാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കോയമ്പത്തൂരാണ്. നേരെ വന്ന് നമ്മൾ മാർക്കറ്റിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണമൊക്കെ കുഞ്ഞിനും കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ടാണ് മാർക്കറ്റിലോട്ട് കയറിയത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. നമുക്കൊരു ഷോപ്പ് തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് മടുക്കും കേട്ടോ. ഓരോ സാധനങ്ങളും പല പല സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ബോട്ടിലിൻ്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അത് അടുത്തടുത്തുണ്ടാവും. പക്ഷേ അത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട്. നമുക്ക് കവറ്, ബോട്ടിൽ, അതിൻ്റെ ബബിൾ റാപ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് വേണമായിരുന്നേ. അപ്പോൾ അതൊക്കെ പോയി പല സ്ഥലങ്ങളിലും നടന്നെടുത്തു. കാറൊന്നാണെങ്കിൽ മാർക്കറ്റിനുള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബൈക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൊണ്ടുപോകും. പക്ഷെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുകൊണ്ട് നമ്മൾ കാറും കൊണ്ടായിരുന്നു കേട്ടോ പോയത്. ഒരുപാട് നടന്ന് വൈകുന്നേരം വരെ വൈകുന്നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അച്ചാറിട്ട് വെക്കാനുള്ള പാത്രങ്ങൾ, അച്ചാറുണ്ടാക്കാനുള്ള പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രവും കൂടെ നോക്കാനുണ്ടായിരുന്നു. പാത്രമൊക്കെ നോക്കിയപ്പോൾ അവിടെ റേറ്റ് കൂടുതലായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ പാലക്കാട് നോക്കിയിട്ടായിരുന്നു. രാത്രിയായപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. കേരളത്തിൽ നിന്നുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ഭക്ഷണമായിരുന്നു. അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അച്ഛയമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയി കുളിച്ചു. പിന്നെ നൈറ്റ് ഫേസസ് കാനഡയുടെ കോംഫി ബൗ കോജിക് ആസിഡ് നൈറ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓവർനൈറ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് വെക്കുകയാണെങ്കിൽ നിയാസിനമൈഡ് നമ്മുടെ സ്പോട്ട്സൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാനോ അതുപോലെ തന്നെ സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടി നല്ലതാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യവും പിന്നെ ഡെയിലി യൂസ് ചെയ്താൽ നല്ലതാണ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, നൈക്കയിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ.